എന്റെ മോനാ അത്. അതെ മാഷേ. അതിന് മേനോ കല്യാണം കഴിച്ചാണോ? പിന്നെ എനിക്കും ഇല്ലേ എന്റേതായ പ്രാരാബ്ദങ്ങള്. 2 കുട്ടികള്. ഇളയവള് ഈ കൂട്ടത്തിലുണ്ട്. ഇവരിവിടെ തന്നെയാണ് വളരുന്നത്? ഹേയ്, ഞാൻ രാവിലെ വരുമ്പോ കൂട്ടിക്കൊണ്ടിങ്ങ് പോരും. മോന് സ്കൂളില്ലാത്ത ദിവസവും ഇങ്ങോട്ട് പോരാറുള്ളൂ. ഈ കുട്ടികളുടെ അമ്മയും? അവക്ക് ഈ പടി കയറുന്നതിന് അത്ര ഇഷ്ടമല്ല. എനിക്കും അതത്ര പിടുത്തമല്ല. പിന്നെന്തിനാ പിള്ളേരെ ഇവിടെ കൊണ്ട് നിർത്തുന്നത്? ആഹാരം നടക്കുമല്ലേ? ഇറക്കാൻ പറ്റുമോ മാഷെ? ചാലക്കുഴിയിലെ മെന്നായി പോയില്ലേ? കണ്ടോ കണ്ടോ, ഈ പണ്ടാരം കാരണം കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇവിടെ ഒരാൾക്കും സ്വൈര്യം ഇല്ലാണ്ടായിരുന്നു. ഇന്നിപ്പം മര്യാദയ്ക്ക് പോയി കാണേണ്ടവരെ കണ്ടു, ആളും മെരുക്കായി. അപ്പോഴും മാസ്റ്റർ അടുത്ത് ഇത്തിരി നേരം സംസാരിച്ചിരുന്നില്ലേ? ആദ്യ ഇവിടെ വന്നിട്ട് ആദ്യ ഇപ്പൊ പഠിച്ചു. അതന്നെ. എനിക്കെന്തോ വിശ്വാസം വരുന്നില്ല. എന്റെ വാക്ക് കേട്ടിട്ട് നീ മനസ്സ് മാറ്റണ്ട. ആണായിട്ട് ഒരാളെയും വിശ്വസിക്കാൻ പേടിക്കുന്ന ഒരു മനസ്സാ എന്റേത്. അതുകൊണ്ട് ഞാൻ പറയുന്നത് നീ അതുപടി എടുക്കണമെന്നില്ല. ആ മനുഷ്യൻ പറഞ്ഞത് കേട്ടപ്പോ എങ്ങനെയോ എനിക്ക് അയാളെ കുറച്ചൊക്കെ വിശ്വസിക്കാന്ന് തോന്നി. പക്ഷെ ഇതും പറഞ്ഞതിനെ പറ്റിക്കാൻ ഞാൻ അത്ര പൊട്ടിയൊന്നുമല്ല. ഇവിടെയുണ്ട്. എവിടെ പടക്കും? എവിടെ പടക്കത്തിന്റെ പൈസ? വൈകുന്നേരം പടക്കം കിട്ടിയാ പോരെ? വൈകുന്നേരല്ലേ വിഷു. പറ്റില്ല, പൈസ തന്നാ മതി, ഞങ്ങൾ വാങ്ങിച്ചോളാം. ഇപ്പൊ ഇതിന് വാങ്ങിയാ മതി. വൈകുന്നേരം ചേച്ചി അങ്ങാടിയിൽ അയച്ച് വേറെ വാങ്ങിപ്പിച്ചേരാം. നിറയെ വാങ്ങി തരാന്ന് പറഞ്ഞില്ലേ? എന്റെ മോനും ഇന്ന് അവിടെ പൂത്തിരി കത്തിക്കുന്ന എഴുതിയിട്ടുണ്ട്. എവിടെ ദേവകീർത്തിയുടെ മോൻ? കോട്ടയത്തിനടുത്ത് ബോർഡിങ്ങില്. ദേ, ഇതാണ് എന്റെ മോൻ. മിടുക്കനാ പഠിക്കാൻ. ക്ലാസ്സിലെ ബെസ്റ്റ് സ്റ്റുഡന്റ് ആണ്. എവിടെ കുട്ടിയുടെ അച്ഛൻ? ഇതാ, ഇത് ഞാൻ അഴിച്ചു കളഞ്ഞിട്ടില്ല. ഇതും വിശ്വസിച്ചിട്ടാണല്ലോ എല്ലാവരും വിട്ട് ഞാൻ ആ മനുഷ്യന്റെ കൂടെ ഇറങ്ങിപ്പോന്നത്. ആണായിട്ട് ഒരാളെ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ആ മനുഷ്യൻ കാരണമാണോ ദേവകീർത്തി ഇവിടെ എത്തിയത്? ആണോന്ന് ചോദിച്ചാ അതെ. പക്ഷെ ഞാൻ പറയും എന്റെ മോൻ കാരണോ ഞാനിവിടെ എത്തിയെന്ന്. അവനില്ലായിരുന്നെങ്കിൽ പണ്ടേ ഞാൻ മതിയാക്കിയിട്ടുണ്ടാവും. വല്ല തീവണ്ടിയുടെ മുമ്പിലോ കയറിന്റെ തുമ്പത്തോ. ഞങ്ങൾക്ക് ആർക്കൂടെ രക്ഷപ്പെടണം തോന്നാറില്ല. ആകെയുള്ള രക്ഷ ഒരുപക്ഷെ ഇതായിരിക്കും. അതുകൊണ്ട് നിനക്ക് അങ്ങനെയല്ല, ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ലാത്തോളാ നീ. എങ്ങനെയെങ്കിലും നിനക്ക് ഇവിടെ ചാടാൻ കഴിഞ്ഞാൽ അതിലേറ്റവും സന്തോഷിക്കുന്നത് ഞാനും ആ പൊട്ടിപ്പെണ്ണൊക്കെ ആയിരിക്കും. ആരാ അവിടെ? എടാടാ, എങ്കി പിന്നെ ആ ചങ്ങായിന്റെ മൂട്ടിലൊന്ന് പൊടിച്ചോടാ.
അക്കരെ എത്തിച്ചെന്നാ മതിയല്ലോ. മതി. എനിക്കെന്ത് തരും? വീട്ടിൽ പോയിട്ട് വാപ്പയും ഉമ്മയായിട്ട് ആലോചനയ്ക്ക് ശേഷം ഞാൻ വരും. അപ്പൊ ഒരു മറുപടി പറഞ്ഞാൽ മതി. ഉമ്മ പറയുന്ന പോലെ നടക്കൂ. ഉമ്മയും ഞാനും ഫ്രണ്ട്സിനെ പോലെയാ. വാപ്പയുടെ സമാധാനത്തിന് വേണ്ടിയിട്ട് ചിലപ്പോ ആമിനാന്നോ ഐഷാന്നോ പേരൊന്ന് മാറ്റേണ്ടി വന്നാല് വിരോധം ഉണ്ടാവില്ലല്ലോ. ഗൗരിക്കുട്ടിക്ക് വേണമെന്നുണ്ടെങ്കിൽ രഹസ്യമായിട്ട് ഞാൻ അങ്ങോട്ടും പേര് മാറ്റാം. വരൂ. എങ്ങടാ മാഷേ? ഞങ്ങളിതാ പുഴയൊക്കെ ഒന്ന് കാണാൻ വേണ്ടിട്ട്. അതിനിത്ര ചുറ്റി വളഞ്ഞു വരേണ്ട കാര്യമില്ലല്ലോ. ഇതാ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങിയ പുഴയായില്ലേ? ഓ, എനിക്ക് വഴി പരിചയമില്ലാത്തോണ്ട്. വഴി പരിചയമില്ലെങ്കിൽ ഇവിടെ വെറുതെ നിന്ന് ചുറ്റി തിരിയണ്ട. അത് ഈ പെണ്ണിനെയും കൊണ്ട് ശരി, ഞങ്ങള് വീട്ടിൽ കൊണ്ടാക്കാം. നാട് മോശാ, അതുകൊണ്ടാ പറയണത്. ഒരു നിനക്ക് പറഞ്ഞു കൊടുത്തുവിടായിരുന്നില്ലേ കഴുതേ? നിങ്ങൾ വെക്കുള്ളൂ. ഞങ്ങൾ ഇതാ പുഴക്കര രത്തിനേരെ എന്നിട്ട് വന്നോളാം. വഴിയൊക്കെ എനിക്ക് നിശ്ചയമുണ്ട്. പറഞ്ഞതനുസരിച്ചോടി നടക്കടി. എന്താ മേന്നെ ഉറക്കമെന്ന് വെച്ചാൽ ഉറക്കം തന്നെയാ? മേന്നെ, ഏയ് എന്തുറക്കമാണപ്പോ ഇത്? അല്ല നാരായണോ, ഇരിക്കുക ഇരിക്കുക. കൊറേ ആയല്ലോ, വിശേഷമൊന്നുമില്ലല്ലോ. എന്ത് വിശേഷം? അങ്ങനെ അങ്ങ് കഴിയുന്നു, കുടിച്ചും കുടിക്കാതെ. പണിക്കർക്ക് അസുഖമൊന്നുമില്ലല്ലോ? അസുഖേ പണിക്കർക്ക്? ഞാനിങ്ങോട്ട് പോരുമ്പോ ആനകളെ കുളിപ്പിക്കുന്നത് നോക്കാൻ പോണു. മൂപ്പരും കൂടും ആനയെ തേക്കാനും പിടിക്കാനും ഒക്കെ. ആഹാ, അവർക്കൊക്കെ എങ്ങനെ അസുഖം വരാനാ മേന്നെ? ആഹാരവും തേച്ചുകുളി എല്ലാം ഇപ്പോഴും കൃത്യമല്ലേ? അതുകൊണ്ട് എന്താ, മനസ്സ് 16 വയസ്സല്ലേ ഇപ്പോഴും? നമ്മളൊക്കെ ഒരു പ്രായ പറഞ്ഞിട്ട് എന്താ? അല്ലെങ്കിൽ തന്നെ മഹാഭാഗ്യവാനല്ലേ പണിക്കര്? മൂപ്പരുടെ ഭാഗ്യം ഇപ്പം നമുക്ക് ഭാഗ്യകേടായിട്ടാ തീർന്നിരിക്കുന്നത്. അതെന്താ നാരായണ താൻ അങ്ങനെ പറയുന്നത്? അങ്ങനെ പറയാൻ പാടുണ്ടോ? എന്നല്ല പറഞ്ഞത്, ഓരോ ജോലികൾ വന്ന് വീഴുന്നത് കാണുമ്പോ. ആ, മകളെടുത്ത് ഒന്നിങ്ങോട്ട് വന്നി.